എല്ലാവർക്കും നമസ്കാരം. പഴയ അരിയുണ്ട ഉണ്ടാക്കാൻ പോവാണ്. നമ്മളെ ചോറ് വയ്ക്കണ അരി തന്നെ കേട്ടോ. ഇതൊന്ന് നല്ല പോലെ വറുത്തെടുക്കട്ടെ. ഈ എന്താ പറയാ, പരിപാടി തിരക്കുകൾ സീസണിന്റെ ഓട്ടത്തിലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒത്തിരി തിരക്കുകൾ കുറഞ്ഞു വരുന്നൊരു സമയമാണല്ലോ. അപ്പോൾ കുറേ നാളുകൊണ്ട് പിള്ളേർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല, സമയം കിട്ടാറില്ല. ഞാൻ വിചാരിച്ചു വന്നാൽ ഇന്ന് കുറച്ച് അരിയുണ്ട ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാനൊരു 1.5 കപ്പ് അരി എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ല നമ്മുടെ ചോറ് വയ്ക്കണ മട്ട അരിയാണ് കേട്ടോ, സാധാരണ മട്ട അരിയാണ്. അതൊന്ന് നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ പോവാനായിട്ട് ഇങ്ങനെ വെച്ചു. അതിനുശേഷം ഇത് നല്ല ചുമക്ക ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ നാളികേരം വേണം, ശർക്കര അവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ശർക്കര ആവശ്യമില്ല, എനിക്ക് കുറച്ച് ചക്ക വരട്ടാനുണ്ട്. ചക്ക ഞാനിങ്ങനെ വേവിച്ച് വെച്ചിരിക്കുക. നമ്മുടെ മുഖർശങ്ക വായിക്കുന്ന ഗോപൻ ഒരു വലിയ ചക്ക കൊണ്ടുത്തന്നു, വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചക്ക, നല്ല പഴുത്ത ചക്കയായിരുന്നു. അപ്പം ഞാന് സുമേച്ചിയും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അപ്പം തന്നെ അത് പൊളിച്ച് അതൊക്കെ മാറ്റി ചുളയൊക്കെ എടുത്ത് വെച്ചു. ഇവരച്ഛനും മക്കളും ഇരണ്ട് കഷ്ണം കഴിച്ചു. അപ്പൊ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ കഴിക്കുന്ന വിശ്വസിച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. ഇവര് ചിലപ്പോൾ കഴിച്ചു തോന്നുന്നു വരില്ല. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, വരട്ടി വെക്കാം. ചക്കട ഉണ്ടാക്കി തരാലോ. അപ്പൊ ചക്കട ഉണ്ടാക്കിയാ മതിയോ? വരട്ടണ്ട, എനിക്ക് രണ്ടടയുടെ ആവശ്യമുള്ളൂ. അതിനുവേണ്ടി ഇപ്പൊ അത്രയും ചക്കയുടെ ആവശ്യമില്ലല്ലോ. ഉണ്ടാക്കി തരാം കേട്ടോ. ചക്ക നമ്മളിങ്ങനെ വരട്ടി വെച്ചാലേ എന്താ, അട ഉണ്ടാക്കണമെങ്കിൽ അട ഉണ്ടാക്കാം, പായസം വയ്ക്കണമെങ്കിൽ പായസം ഉണ്ടാക്കാം, ഒരു ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. എന്റെയൊക്കെ ചെറുപ്പത്തിലേ നമ്മുടെ വീട്ടിലൊക്കെ പ്ലാവിന് ഒരു പഞ്ഞമില്ലല്ലോ, ചേന്നമംഗലത്തല്ലേ ഇഷ്ടംപോലെ പ്ലാവാ. നമ്മുടെ വീട്ടില് പ്ലാവുണ്ട്, വടക്കേല് പ്ലാവുണ്ട്, അല്ലെ, എല്ലായിടത്തും അപ്പുറം ഇപ്പുറമൊക്കെ പ്ലാവല്ലേ, ഇഷ്ടംപോലെ പ്ലാവ് ഉണ്ടാവും. അപ്പൊ അന്ന് പിന്നെ എല്ലാ വീടുകളിലും കർണന്മാരും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കലോറകം എന്ന് പറയും, ഫാഷനിൽ പറഞ്ഞ സ്റ്റോർ റൂം. അന്നൊക്കെ നമ്മൾ കലവറകം എന്ന് പറയാം, കലോറകം എന്ന് പറയും, കലവറ അകം, അതാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ് കലോറകവും. അപ്പൊ കലോറകത്ത് മറ്റേ എന്താ പറയാ, മറ്റേ മരത്തിന്റെ സാധനങ്ങളൊക്കെ നിറച്ചു. വാക്ക് കിട്ടണില്ലല്ലോ ശരി. ഇപ്പൊ പറയും ചേച്ചിക്ക് ഫാഷൻ കൂടിയായിരുന്നു കിട്ടിയില്ല. അങ്ങനെയല്ല മക്കളെ, വയസ്സായി ഇപ്പൊ കുറെ മറവിയൊക്കെ വന്നു തുടങ്ങി. പത്തായം, മരത്തിന്റെ വലിയ പത്തായം ഉണ്ട്, വലിയ പെട്ടി. അപ്പൊ അതിന് ഇങ്ങനെ പൊക്കണ അടപ്പ, അതിൻ്റെ ഉള്ളിലാണ് ഈ ശർക്കര, ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ, അതേമാതിരി കണ്ണിമാങ്ങ കറികള്, അങ്ങനെ മാങ്ങാക്കറി, ചെത്ത് മാങ്ങ, ഉണക്ക മാങ്ങ, എണ്ണ മാങ്ങ, അങ്ങനത്തെ സാധനങ്ങൾ, കായ വറുത്തത്, ചക്ക വറുത്തത്, ശർക്കര വരട്ടി, ഇതൊക്കെ എടുത്തു വെക്കണ സ്ഥലം അതാണ്. അപ്പോ വലിയ ഭരണിയുണ്ട്, അതൊക്കെ പോയി ഒന്നുമില്ല. ആ വലിയ ഭരണിയിൽ അമ്മൂമ്മ ഇങ്ങനെ വരട്ടി നിറയെ ഇങ്ങനെ ഭരണി നിറയെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന പഴയ ഓർമ്മകളാണ്. ഈ പാലിയത്ത് ആനയുണ്ടായിരുന്നു. അപ്പോ അവനെ കുളിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ വീടിന്റെ മുമ്പ് കൂടെ അറങ്കാവലിക്ക് പോകൂത്രേ. ഇതൊക്കെ എന്റെ കുഞ്ഞിലത്തെ ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഓർമ്മകളാണ്. അപ്പോ തിരിച്ചു പോണ വഴിക്ക് നമ്മുടെ വീട്ടിൽ കയറും. നമ്മുടെ വീട്ടിൽ കയറി അവനറിയാം. അപ്പോ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇടവഴിയിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോ വീടിന്റെ ഈ അടുക്കള വശമാണ് ഉമ്മറത്ത് വരിക, കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഉമ്മറം വരിക. അപ്പൊ ഈ കലോറകത്തിന്റെ ജനലാണ് ആദ്യം കാണാം. അപ്പൊ ഈ ആന ഇങ്ങനെ വന്നിട്ട് തുമ്പിക്കൈ ആ ജനലുമ്മക്കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഭരണിയുമ്പോ തൊടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡെയിലി അവന് ഒരു ചെറിയ ഉണ്ട ശർക്കര മുത്തശ്ശൻ കൊടുക്കുമായിരുന്നു അത്രേ. അങ്ങനത്തെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ശർക്കര ഭരണിയും അതുപോലെ നമ്മുടെ ഈ വലിയ പത്തായ മരത്തിന്റെ വലിയ പെട്ടി, അത് രണ്ട് മുറി പോലത്തെ പെട്ടിയാണ്, 2 കുഴിയാണ്. അപ്പൊ അതിലിങ്ങനെ ഈ വക സാധനങ്ങള് ഉണ്ടാക്കി വെക്കും. ചക്ക വറുത്തതൊക്കെ സീസണിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. മുത്തശ്ശനാണ് ഈ എണ്ണമാങ്ങ ഉണ്ടാക്കുന്ന ആള്. മുത്തശ്ശൻ ഇങ്ങനെ മാങ്ങ എണ്ണയിൽ വറുത്തിട്ട് കറിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വർഷങ്ങൾ സേവ് ചെയ്യും. അതേമാതിരി ഉണക്കി വെക്കും. മാങ്ങ ഇങ്ങനെ മുറിച്ചിട്ട് മുളക് പൊടിയും ഉപ്പും കായും ഒക്കെ പെരട്ടി വെയിലത്ത് വെച്ച് ഉണക്കി അതിങ്ങനെ സേവ് ചെയ്യും. അടമാങ്ങ, അങ്ങനെയാ തോന്നുന്നു അതിന് പറയണേ. ഇതൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഇവര് ചെയ്തിട്ട് കഴിച്ചേക്കണല്ലാണ്ട് ഞാനിതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഓഫ് സീസണിൽ ഇതൊക്കെ നമ്മുടെ വീട്ടില് ഇഷ്ടംപോലെ കിട്ടും. പിന്നെ എപ്പോഴും ഒരു കായക്കൊല ഉണ്ടാവും കലോറകത്ത്. മുത്തശ്ശൻ വെറുതെ ഇരിക്കില്ല, മുത്തശ്ശൻ ഇങ്ങനെ കൃഷി ചെയ്യണതാണ്. അപ്പുറത്തെ പറമ്പിൽ മുത്തശ്ശൻ ഇങ്ങനെ വാഴ നട്ടിട്ട്, ഞങ്ങള് പിള്ളേരുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇതേമാതിരി എന്നും വാഴക്കൊല ഉണ്ടാവും.
ഒരെണ്ണം. എനിക്കതൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സെൻറ്റി ആയി പോകും. മുത്തശ്ശൻ, അമ്മൂമ്മ, ചിറ്റമാര്, അമ്മൂമ്മ, അനീത്തിമാര്, അതൊക്കെ ആ ഒരു കാലം വേറെ, ഇപ്പൊ ഉള്ളൊരു കാലം വേറെ. ഇല്ല, വലിയ ഉരുളിയൊക്കെ വെച്ച് ഈ ചക്കയൊക്കെ നന്നാക്കാന്ന് പറഞ്ഞ ഉത്സവാ. അമ്മുമ്മ, മുത്തശ്ശൻ, അമ്മ, പിൻചിറ്റ, പപ്പച്ചിറ്റ. വെക്കേഷൻ സമയമാണല്ലോ, അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് നല്ല ചിറ്റ വന്നിട്ടുണ്ടാവും, പിള്ളേരുകൾ ഉണ്ടാവും, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും, അമ്മൂമ്മയുടെ അനീതി ശാരേച്ചി, ഓമൻ ചേച്ചി ഉണ്ടാവും അപ്പുറത്തുനിന്ന്. പിന്നെ തെക്കേല് രാമൻ ചേട്ടന്റെ അവിടത്തെ ലക്ഷ്മി, രഘുരവി, അവരൊക്കെ ഉണ്ടാവും. പിള്ളേരുകൾ എല്ലാവരും വടക്കേല് ശാന്തവല്ലിമയുടെ അവിടുത്തെ പിള്ളേരുണ്ടാവും. എല്ലാരും കൂടെ ഇങ്ങനെ വട്ടം ഇരുന്ന് ചക്കയൊക്കെ പറിച്ച് പകുതി ഞങ്ങൾ തിന്നുന്നു, പകുതി പാത്രത്തിൽ വെക്കുന്നു. അതൊക്കെ ഒരു രസമുള്ള കാലം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ വല്ലതും അറിയോ? ഇന്നലെ ഞാൻ ചക്ക വെട്ടാനിരുന്നു, 2 വഴിക്ക് പോയി. ഞാനും സുമേച്ചും കൂടെ ഒറ്റയ്ക്ക് ഇരുന്ന് ചക്കയൊക്കെ പൊളിച്ചെടുത്തു. ഓണത്തിന് അട ഉണ്ടാക്കുക, ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തെ വീട്ടിലെല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ആണ്. അത്ര പണ്ട എന്റെ ഓർമ്മയിലല്ല, അതിന് മുമ്പത്തെ കാലത്ത് എല്ലാരും കൂടെ ഒരുമിച്ചാണ് അട ഉണ്ടാക്കിയിരുന്നത്. അതായത് വലിയ ഇഡലി പാത്രത്തില് അടുപ്പിൽ ഇങ്ങനെ രാത്രി വച്ചിട്ട് കനല് ഇങ്ങനെ കെടുത്തിടും. ആ കനലിൽ ഇരുന്ന് നേരം വെളുക്കുമ്പോഴത്തേക്ക് അട വെന്തിട്ടുണ്ടാവും. കാരണം വെളുപ്പിന് 4 മണിക്കൊക്കെ ഓണം കൊള്ളുമല്ലോ. അപ്പൊ അതിനു മുമ്പാണ് ശരിയാവണ്ടേ. അപ്പൊ രാത്രി തന്നെ എല്ലാവരും കൂടെ ഇരുന്ന് അടയൊക്കെ കുഴച്ച് പരത്തി ഉണ്ടാക്കി. അങ്ങനെയല്ലേ. പിന്നെ അതുപോലെ പണ്ടൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാലും രാത്രി മുഴുവൻ ഇരുന്ന് തേങ്ങ ചിരണ്ട്, ആ കഷ്ണം നുറുക്കുക, അയലൊക്കത്തെ എല്ലാരും കൂടെ. ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അതൊക്കെ. ഇപ്പൊ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം കാറ്ററിംഗ് ആണ്, ഏൽപ്പിച്ചാൽ സാധനം വരുന്നു, നമ്മൾ കഴിക്കുന്നു. അങ്ങനെയാണ്. ഇവിടെ ഞാൻ ഒരു പരിധിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഈ പരിപാടി തിരക്കുകൾ വരുമ്പോ നമ്മളിവിടെ ഇല്ലാണ്ട് ചിലപ്പോ തലേ ദിവസം പരിപാടി കഴിഞ്ഞ് നമ്മൾ വെളുപ്പിന് വരും, അല്ലെങ്കിൽ അന്ന് പരിപാടി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ കുക്കിംഗ് ചെയ്യാനുള്ള ഒരു സമയം പ്രശ്നമാവും. അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിഷുവിൽ എന്നിട്ട് പുറത്തുനിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ ഒരു പാരന്റ് ശ്രുതിയുടെ അച്ഛന്റെ സദ്യയായിരുന്നു. പാലടയും പരിപ്പൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറ്. ഞങ്ങളുടെ വീട്ടിലെ പണ്ട് വെക്കേഷൻ സമയത്ത് അമ്മുമ്മ ഇതേമാതിരി മുറ്റത്ത് മറ്റേ കുഞ്ഞി ഓലപ്പരയൊക്കെ ഉണ്ടാക്കി തരുമല്ലേ നമുക്ക് കളിക്കാനായിട്ട്. അപ്പൊ ഞാനുണ്ട്, സുമേച്ചിയുണ്ട്, ചിറ്റയുടെ മോള് വിജിയുണ്ട്, വിനുണ്ട്, തെക്കേലെ രശ്മിയുണ്ട്, രഘുണ്ട്, രവിയുണ്ട്, വടക്കേലെ പൂർണിമയുണ്ട്, നിഖിലുണ്ട്, കാർത്തികയുണ്ട്, രോഹിത്തുണ്ട്, പിന്നെ അവരുടെ കസിൻ ഒരു രഞ്ജിത്തുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത്രയും പേരുണ്ട്. അപ്പൊ അമ്മ വീടൊക്കെ കെട്ടിത്തരും. അപ്പൊ അതിന് മുമ്പില് അമ്മൂമ്മ ഇങ്ങനെ അടുപ്പ് കത്തിച്ച് അവിടെ ഇതേമാതിരി ഈ അരിയൊക്കെ വറുത്ത് ആ ഒരലുണ്ടാ മൂലയല്ല എന്നൊക്കെ ആ ഒരലിട്ട് ഇടിക്കും. മിക്സിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരലിടിച്ചാണ് അരിയും വറുത്ത അത് ശർക്കര തേങ്ങ കൂട്ടി ഇടിച്ച് ഉരുട്ടി ഉരുട്ടി തുടങ്ങുമ്പോ തന്നെ ഞങ്ങള് കഴിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഗോതമ്പ് വറുത്ത് പൊടിച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി തരും. അതൊക്കെ അവലോസ് പൊടി അങ്ങനെ അത് ഉണ്ടാക്കി തരും. വെക്കേഷൻ സമയത്ത് ഞങ്ങളെയൊക്കെ സഹിക്കണ്ടേ. പിന്നെ ഈ പറഞ്ഞ മാതിരി ചക്ക, മാങ്ങ, മാവില് ഇഷ്ടംപോലെ മാവായിരുന്നു. അപ്പൊ മാവിലൊക്കെ കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തി ഉപ്പും മുളക് പൊടിയും കൂട്ടി കഴിക്കുക. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ മിസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാ. ഇതൊക്കെ പറയുന്നത് ഇവർക്ക് ഭയങ്കര പുച്ഛം തോന്നുന്നു നമ്മളോട്, അല്ലേ വിധു? ഇല്ലേ? അപ്പൊ അരി നല്ല പോലെ ആയിട്ടുണ്ട്. നോക്കിയാ ഇതൊന്ന് പൊടിച്ചെടുക്കണം, ഒന്ന് ചൂടാറണം. നല്ലപോലെ ചൂടാറി ഒന്ന് പൊടിച്ചെടുക്കണം. ശരിക്കും പണ്ടൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നാളികേരവും ശർക്കരയും കൂടെ, ശർക്കര ചീവി എടുക്കും, എന്നിട്ട് ഉരലിലിട്ട് ഇടിച്ചിട്ട് ഉണ്ട പിടിക്കുകയാണ് ചെയ്യുക. ഞാൻ പക്ഷെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കും, കാരണം കല്ലും പണ്ടും ഒക്കെ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഉരുക്കിയിട്ട് ആ ഉരുക്കിയത് ഇതിൽ ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുക. ഇതാദ്യം ഒന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ചേർക്കാം. ഇതിപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 1 കപ്പ് തികച്ച് ശർക്കര എടുക്കണില്ല ഉരുക്കിയത്. ഒരു 3/4 കപ്പ് അവനവൻ്റെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർക്കില്ല, ശർക്കര മാത്രം. ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായയുടെ കുരുവും കൂടി ഇട്ടിട്ട്, ഏലക്കായക്കുരു കൂടി ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. നമ്മൾ ഇടുക്കിയിൽ പ്രോഗ്രാമിന് പോയപ്പോൾ സമ്മാനമായിട്ട് തന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏലക്കായയുടെ ഒരു 3-4 കുരുവും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇത് തന്നെ കുറച്ചും കൂടെ റിച്ച് ആക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ബദാം പൊടിച്ച് ചേർക്കാം, ബദാം വറുത്ത് ചേർക്കാം, കശുവണ്ടി വറുത്ത് ചേർക്കാം, കപ്പലണ്ടി വറുത്ത് ചേർക്കാം. ഇതൊക്കെ ചേർത്തിട്ട് അപ്പോൾ കുറച്ചും കൂടെ പ്രോട്ടീൻ, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചും കൂടെ റിച്ച് ആവൂലേ ആരോഗ്യത്തിന്, കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് ഇതിൻ്റെ കൂടെ കപ്പലണ്ടി ചേർക്കണത് ഇഷ്ടമാണ്.
ബദാമും കശുവണ്ടിയും ഒന്നും അത്ര താല്പര്യമുള്ള കാര്യമില്ല. പക്ഷെ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ വലുതായി, കല്യാണം ആയി, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ മതി. അപ്പോൾ ഇത് പൊടിച്ചിട്ട് കൊണ്ടുവരട്ടെ. ഏലക്കായ പൊടിക്കാം. ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർക്കാം. ഒരു 1.5 കപ്പ് തന്നെ നാളികേരം എടുത്തിട്ടുണ്ട്. 3/4 കപ്പോളത്തോളം ശർക്കര എടുത്തിട്ടുള്ളത്. അവനവൻ്റെ ആവശ്യത്തിന് ചേർക്കാം. അത് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഉരുക്കി എന്ന് പറഞ്ഞാൽ നല്ല ചൂടാട്ടോ. അപ്പോൾ അത് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ചൂടുണ്ട്, കൈവച്ചാൽ ബുദ്ധിമുട്ടാണ്. ശർക്കര നല്ല കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ ചീവിയിട്ടിട്ട് ഒരുമിച്ച് മിക്സിയിലൊന്ന് കറക്കിയെടുത്താലും മതി. ഇത് പക്ഷെ നല്ല കല്ലുള്ള ശർക്കരയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ശർക്കരയുടെ ചൂടാറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് പിന്നീട് നമുക്ക് ഉരുട്ടാം. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരങ്ങളിൽ ഒന്നാണ് കേട്ടോ. നിങ്ങളിൽ പലർക്കും, അതായത് എൻ്റെ ജനറേഷൻകാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടികൾക്കൊക്കെ എത്രത്തോളം ആണെന്ന് അറിയില്ല. ഇതൊന്നും ഇഷ്ടമാണ് ഒരുപാട്. ഇവിടുത്തെ പിള്ളേർക്ക് ഈ നമ്മൾ ഈ പഴയതൊക്കെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ റെഡിയായി. അധികം ഭംഗിയില്ല, അതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. അയ്യോ, എനിക്ക് അമ്മൂമ്മയുടെ ഓർമ്മ ഉണ്ട്. ചുറ്റത്ത് രാജുവമ്മ ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അസലായിരിക്കും. ട്രൈ നോക്കൂ കേട്ടോ, നല്ല സ്വാദാണ്. അപ്പം ഞങ്ങൾ സന്തോഷം പങ്കുവയ്ക്കുന്നു. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.